ആറന്മുള പരമുട്ടും പടിയിൽ നിന്നടക്കം വെള്ളം ഇറങ്ങിയെങ്കിലും അയ്യങ്കോഴിക്കൽ ഇപ്പോഴും വെള്ളത്തിലാണ്. എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള പ്രദേശമാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത്. വെള്ളം മുഴുവൻ ഇറങ്ങിയാൽ മാത്രമേ കട്ടിരിക്കൽ ഭാഗത്ത് വീടുകളുടെ ശുചീകരണ പ്രവർത്തനം പൂർത്തിയാക്കാനും വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനും കഴിയുകയുള്ളൂ. രജീഷ് നരിക്കുനിയുടെ റിപ്പോർട്ട്. ആറന്മുളയുടെ പല ഭാഗത്തു നിന്നും വെള്ളം ഇറങ്ങിയെങ്കിലും അയ്യങ്കോയിൽ ഭാഗത്ത് ഇപ്പോഴും വെള്ളം നിൽക്കുകയാണ്. അത് കുറേശ്ശെ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. നമുക്കറിയാം, ഈ എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളത്തിലാണ്. അതിൻ്റെ ഒന്നാം നിലയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പോയ സമയത്തൊക്കെ വെള്ളത്തിനടിയിലാണ്. ഇപ്പോൾ അതിൽ നിന്നും അവിടെ നിന്ന് കുറേശ്ശെ വെള്ളം ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അടക്കം സന്ദർശിച്ച ഭാഗങ്ങളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് ഇവിടെ എത്താൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇന്ന് ഇവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും വലിയ രീതിയിൽ വെള്ളം കുറഞ്ഞത് ഏറെ ആശ്വാസമാണ്. അതേസമയം തന്നെ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന റോഡിന്റെ മറുവശത്ത് ഉള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെയൊക്കെ ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടത്. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെയുള്ള റേഷൻ കടയിലെ ചേട്ടാ, ഈ പ്രളയ സമയത്ത് വെള്ളം കയറിയ സമയത്ത് എങ്ങനെയാണ് നമ്മൾ റേഷൻ കടയിൽ ഒരു സംരക്ഷണമൊക്കെ ഒരുക്കിയിരുന്നത്? സംരക്ഷണം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ സാധനം ഇവിടുന്നെല്ലാം ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരെ നമ്മൾ നോക്കാൻ വേണ്ടി 2 മെഷീനാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് വെയിറ്റിംഗ് മെഷീനും ഒന്ന് പോസ്റ്റ് മെഷീനും. അത് രണ്ടും ചാർജ് ചെയ്തിട്ട് ഇത് വെച്ചു. പക്ഷേ 2 ദിവസത്തേക്ക് ചാർജിങ് ഉള്ളായിരുന്നു. പിന്നെ ഇന്ന് കറണ്ട് രാവിലെ വരുമെന്ന് പറഞ്ഞാൽ എല്ലാ റേഷൻ കടയെല്ലാം തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ മുകളിലേക്ക് കയറ്റി വെച്ചോ സംരക്ഷിക്കാൻ കഴിഞ്ഞല്ലേ? മുകളിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അകത്തേക്ക് വെള്ളം കയറിയില്ലല്ലോ, പുറത്ത് താഴെ വരെ നിന്നതേ ഉള്ളൂ. ഒരു 2 വരക്കോടെ ഉണ്ടായിരുന്നെങ്കിൽ അകത്ത് കയറിയേനെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒരു ആൾക്ക് പൊക്കം വെള്ളം ഇവിടെ കയറിയായിരുന്നല്ലേ? കയറി മൊത്തത്തിൽ ഇതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ താഴോട്ട് വേണം റോഡിൽ ഇറങ്ങാൻ. റോഡിൽ നിന്ന് ഒരാൾ ഹൈറ്റ് വരിക അതിൻ്റെ റേഷൻ കടയുടെ ലെവൽ വരണമെങ്കിൽ. ഇപ്പോൾ അങ്ങോട്ടുള്ള വീടുകളുടെ അവസ്ഥ എങ്ങനെയാണ്? അങ്ങോട്ടുള്ള വീടുകൾ അവർ ഈ ദുരിതാശ്വാസ ക്യാമ്പിലാണ് എല്ലാവരും താമസിക്കുന്നത്. ഓരോ സ്കൂളുകളില്ല, 3 സ്കൂളുണ്ട് ഈ ചുറ്റളവിൽ. ആ 3 സ്കൂളിലേക്ക് മാറ്റിയിട്ട് ആൾക്കാർ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ ദാനം ചെയ്യുന്ന അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസ്ഥ നമുക്കറിയാം, വെള്ളത്തിൽ തന്നെയാണ്. ഇപ്പോൾ അത് വെള്ളത്തിലാണ്. അത് വെള്ളം ഇനിയും പറ്റണമെങ്കിൽ എങ്ങനെ ആയാലും ഒരു അരയാൾ വെള്ളത്തിന് മേളിലുണ്ട് അതിൻ്റെ അടിവശം. എന്തായാലും വെള്ളം മുഴുവനായിട്ട് വറ്റണമെങ്കിൽ പക്ഷേ 1-2 ദിവസം എടുക്കും. ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെ ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട്. മറുകരയിലുള്ള ആളുകളെ അത്യാഹിതം എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ പുറത്തെത്തിക്കാനും ഒപ്പം തന്നെ ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകളെയൊക്കെ തന്നെ ഫയർഫോഴ്സിൻ്റെ ബോട്ടിലാണ് മറുകരയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ രാജീവ് രാജേന്ദ്രനൊപ്പം രജീഷ് നരിക്കുനി, മീഡിയ 1, ആറന്മുള.